കൊടുവായൂർ പാലക്കാട് റൂട്ടിലും പരിസര പ്രദേശങ്ങളിലും റോഡരികിൽ മരങ്ങളോ പനകളോ കണ്ടാൽ ഒരാളെ ഓർക്കണം. ഒരുപക്ഷെ അത് മരം ഒരു വരം എന്നെഴുതിയ ഓട്ടോറിക്ഷയുമായി നിങ്ങളുടെ അടുത്തുകൂടി സഞ്ചരിക്കുന്ന ശ്യാംകുമാർ ആയിരിക്കും. ലോക പരിസ്ഥിതി ദിനത്തിൽ മരങ്ങളെയും പക്ഷികളെയും സ്നേഹിക്കുന്ന ശ്യാംകുമാർ തേങ്കുറിശ്ശിയെ പരിചയപ്പെടാം. ക്യാമറമാൻ അനൂപ് വി പുല്ലമ്പാടത്തിനൊപ്പം ജലീൽ ആനപ്പുറം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളത്തിൽ അന്യം നിന്നു പോകുന്ന 2000-ലധികം പനകളും ഇതിലും എത്രയോ ഇരട്ടി വൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ശ്യാംകുമാർ. 2 പതിറ്റാണ്ടിനിടെ 20,000-ലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ മാനിച്ച് 2016-ൽ പ്രകൃതിമിത്ര അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. പക്ഷികൾക്കും തണൽ നൽകുന്നതും വെള്ളം നൽകുന്നതും ശ്യാംകുമാർ തന്നെ. മന്നത്തുകാവ് തേങ്കുറിശ്ശി റോഡിനരികിൽ 100 കണക്കിന് വൃക്ഷങ്ങളാണ് ശ്യാം നട്ടുപരിപാലിക്കുന്നത്. കടുത്ത വേനലിൽ പോലും ഇവിടെ തണൽ ഒട്ടും കുറവല്ല. ഇവയുടെ ചുവട്ടിൽ വെള്ളം കുപ്പികളിലാക്കി വെച്ചും നാട്ടുകാർക്കാകെ മാതൃകയായ ആളാണ് ശ്യാംകുമാർ. 27 വർഷം മുന്നാണ് ഞാൻ ഈ മരങ്ങൾ റോഡരികിൽ നട്ടുവളർത്താൻ തുടങ്ങിയത്. ആദ്യം ഉങ്ങ്, വാഗ അങ്ങനെ മരങ്ങളാണ് തുടങ്ങിയത്. പിന്നെ ഉങ്ങ് മരമാണ് ഏറ്റവും കൂടുതൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ആലുണ്ട്, 1200ഓളം കരിമ്പനകൾ നട്ടുവളർത്തിയിട്ടുണ്ട്. DVDV, മണിമരുത്, കരിമരുത്, ഞാവൽ, വേപ്പ്, മാവ് അങ്ങനെ വിവിധ തരം ഫലവൃക്ഷങ്ങളാണ് നട്ടുവളർത്തിയിട്ടുള്ളത്. നാടിൻ്റെ നാനാഭാഗങ്ങളിലും പാതയോരങ്ങളിലാണ് മുഴുവനും നട്ടുവളർത്തിയത്. അതുപോലെ അംഗനവാടികൾ, ആശുപത്രി, കോളേജ്, സ്കൂളുകൾ അങ്ങനെ വിവിധ ഇടങ്ങളിലാണ് തണൽ മരങ്ങൾ നട്ടുവളർത്തിക്കൊണ്ട് വരുന്നത്. 27 വർഷമായി. പിന്നെ വേനൽക്കാലത്ത് തന്നെ കിളികൾക്ക്, അതായത് സെപ്റ്റംബർ ഓണം കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി ചൂടാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നുള്ള കിളികൾ, 17 തരത്തിൽപ്പെട്ട കിളികൾ എൻ്റെ വീട്ടിൽ വെള്ളവും ഭക്ഷണവും തേടി വരാറുണ്ട്. ആ കിളികൾക്ക് വേണ്ടിയിട്ട് പരന്ന മൺചട്ടിയിൽ ഉറി കെട്ടി തൂക്കി അതിൽ വെള്ളവും ഭക്ഷണവും കരുതി വയ്ക്കാറുണ്ട്. കൃത്യമായിട്ട് വേനൽക്കാലം തുടങ്ങിയാൽ ദാഹിച്ച് വലയുന്ന കിളികൾ വീട്ടിൽ നിത്യ സന്ദർശകരാണ്. ആറ്റക്കറുപ്പൻ, പിന്നെ മരംകൊത്തി, മീൻകൊത്തി, പച്ചിലക്കിളി, ഓലഞ്ഞാലി അങ്ങനെ വിവിധ തരം കിളികളാണ് വീട്ടിൽ വേനൽക്കാലത്ത് 12-13 വർഷമായിട്ട് നിത്യ സന്ദർശകരാണ്. പിന്നെ ഈ എല്ലാ, അതായത് പുതുതായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുള്ള ചെടികൾക്ക് വന്നിട്ട് ഒരു ബോട്ടിൽ, വാട്ടർ ബോട്ടിൽ, ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ ഓട്ടോ പോകുന്ന വഴിയിൽ പുതിയ ബോട്ടിലുകൾ കണ്ടാൽ അതെടുത്ത് ഈ പുതുതായിട്ട് നട്ടു വളർത്തിയിട്ടുള്ള എല്ലാ ചെടികൾക്കും അതിൽ കെട്ടിവെച്ച് അടിയിൽ ചെറിയൊരു മുട്ടു സ്വിച്ചിൻ്റെ ഒരു ഓട്ടയിട്ട് കൃത്യമായിട്ട് വേനൽക്കാലങ്ങളിൽ 7 മാസം അവയ്ക്ക് വെള്ളം ആവശ്യാനുസരണം വെള്ളം അതിലൊഴിച്ച് ചെടിക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിലൂടെയാണ് ഈ മരങ്ങൾ നട്ടുവളർത്തുന്നത്. അതാണ് വേനൽക്കാലത്ത് ചെയ്യുന്നത്. പരിസ്ഥിതി സൗഹൃദമായ കാർബൺ ന്യൂട്രൽ ക്യാമ്പയിൻ വെഹിക്കിൾ എന്ന ആശയം അവതരിപ്പിച്ച് ശ്രദ്ധേയനായിട്ടുണ്ട്. പാലക്കാട് ജില്ലാ പരിസ്ഥിതി ഐക്യവേദിയുടെ ജനറൽ കൺവീനർ കൂടിയാണ് ശ്യാംകുമാർ. സംസ്ഥാന സർക്കാരിന്റെ ഹരിതമിത്ര അവാർഡ് ഉൾപ്പെടെ നേടിയപ്പോഴും ഇന്നും തന്റെ ഓട്ടോറിക്ഷയിൽ തന്നെയാണ് ശ്യാം വരുമാനം കണ്ടെത്തുന്നതും ഇതിൽ സഞ്ചരിച്ച വിത്തുകൾ ശേഖരിക്കുന്നതും തൈകൾ നടുന്നതുമെല്ലാം. വെറുതെ പരിസ്ഥിതി പ്രേമം പ്രകടിപ്പിക്കുന്നതിനേക്കാൾ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇതേക്കുറിച്ച് പഠനം നടത്താനും 50-കാരനായ ശ്യാംകുമാർ സദാ തയ്യാറാണെന്നതാണ് കൗതുകകരം. കരിപ്പാൻകുളങ്ങര വീട്ടിൽ ഭാര്യ സജിതയും മക്കളായ സായൂജും സഞ്ജനയും ഇതിനൊക്കെ സഹായവുമായുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.